ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ 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 രാധേ. രാധാഷ്ടമി കഴിഞ്ഞല്ലോ. ഇന്ന് ഞാൻ പറയുന്നത് ഉദ്ധവഗീതയും ഭഗവത്ഗീതയും എന്താണെന്ന്. ഭഗവത്ഗീത എല്ലാവർക്കും അറിയില്ല, എല്ലാവരും വായിച്ചിട്ട്. ഭഗവാൻ ഗീത ഉപദേശ ഗീതയുടെ തത്വം അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം കുരുക്ഷേത്ര യുദ്ധം, അതായത് അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഉപദേശിക്കണം. അപ്പോൾ ആ ഒരു ഇതാണ് ഭഗവത്ഗീത ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉദ്ധവഗീത എന്ന് വെച്ചാൽ ഭഗവാന്റെ മന്ത്രിയായിരുന്നു ഉദ്ധവർ. പക്ഷെ വാസുദേവന്റെ, അതായത് വാസുദേവ് കൃഷ്ണന്റെ പിതാവായ വാസുദേവന്റെ സഹോദരന്റെ പുത്രനാണ് ഉദ്ധവർ. ഈ ഉദ്ധവർക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഭക്തിയാണ്. ഭക്തിയും സ്നേഹവും എന്തൊക്കെയാണോ ഭഗവാനോട് അതെല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ഭഗവാൻ പറയും നിനക്ക് ഭക്തിയില്ല എന്ന് വെച്ചാൽ അതാണ് നമ്മൾക്ക് അത്രയൊരു ഭക്തി ഉണ്ടെങ്കിലും നമ്മൾ ഭക്തിയൊന്നും ഒരു ഭക്തി അല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവാൻ, അതായത് ജനൻ എന്ന വേടന്റെ അമ്പെയ്ത് ഭഗവാൻ സുധാമത്തിലേക്ക് തിരിച്ചു പോകാൻ സമയമായി. അപ്പോൾ ഉദ്ധവർ കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ പാദങ്ങൾ വീണിട്ട് പറയുന്നു, ഭഗവാനെ, എനിക്ക് ഭഗവാൻ ഇല്ല ഈ ലോകത്ത്, എനിക്കിനി ജീവിക്കേണ്ട, എന്നെ കൂടെ ഭഗവാൻ സ്വധാമത്തിലോട്ട് കൊണ്ടുപോകും. അപ്പൊ ഭഗവാൻ ഉദ്ധവരോട് പറയുന്നു, ഉദ്ധവരെ, നിനക്ക് അതിന് സമയമായിട്ടില്ല, നിന്നെ ഞാൻ കൊണ്ടുപോകാം. പക്ഷെ നിനക്ക് കുറച്ച് ഭക്തിയുടെ തത്വങ്ങൾ ഇനിയും നിന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ പതിയാനുണ്ട്, അത് നിനക്ക് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ കുറെ ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ഉദ്ധവർക്ക് ഭഗവാൻ അതിൽ. എന്നിട്ട് ഏറ്റവും അവസാനം പറയും, നീ ബദരി ആശ്രമത്തിൽ പോയി തപസ് ചെയ്ത് അവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ പാലിച്ചതിന് ശേഷം ഞാൻ നിന്നെ വന്ന് എൻ്റെ സുധാമത്തിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ അതാണ് നമ്മൾക്ക് ഉത്തമ അവധൂത് പോലെ ഉദ്ധവരോട് ഗീത ഉപദേശിക്കുന്നതായിട്ടാണ് ഉദ്ധവ ഗീത ആയിട്ട് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. അപ്പൊ ഉദ്ധവരാര്? അർജുനൻ. അപ്പൊ അർജുനാണ് ഭഗവാൻ ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുന്നത്. ഉദ്ധവർക്ക് ഉദ്ധവഗീത പറഞ്ഞു കൊടുക്കുന്നതാണ് ഉദ്ധവഗീതയായിട്ട് നമ്മൾക്ക് കാണാൻ, ഉദ്ധവ തത്വങ്ങളായിട്ട് അവധൂതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്.